മുഖ്യമന്ത്രിക്കും CPIM-നുമെതിരെ രൂക്ഷ വിമർശനവുമായി കാട്ടാക്കടയിൽ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗം. കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ മാസപ്പടി കേസ് പുറം ലോകം അറിയില്ലായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്വർണ്ണക്കടത്തും കരുവന്നൂർ തട്ടിപ്പും പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. LDF-ഉം UDF-ഉം അഴിമതി നടത്താനുള്ള താവളമായി കേരളത്തെ മാറ്റി. ഇരുമുന്നണികളും പരസ്പരം പോരടിക്കുന്നതായി അഭിനയിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. करप्शन में CPM के नेताओं को जो रिश्वत मिली है वो भी सैकड़ों करोड़ रुपए में है। जैसे अकेले त्रिशूर में ही 80 से ज्यादा अघोषित खातों में 25 करोड़ रुपए की रिश्वत जमा है। कोचिन मिनरल्स एंड रूटाइल लिमिटेड से जुड़े एक और घोटाले में आरोपियों ने सीधे मुख्यमंत्री और उनकी बेटी तक को रिश्वत दिए जाने की बात स्वीकार की है। इस केस की जांच ना हो इसके लिए केरला सरकार पूरी ताकत लगा रही है। साथियों, पहले कांग्रेस और अब LDF की सरकारों ने केरला को अपनी लूट और भ्रष्टाचार के अड्डे के तौर पर इस्तेमाल किया। एक ऐसी सरकार है जिस पर खुद गोल्ड स्मगलिंग में संलिप्त होने स्मगलर्स को संरक्षण देने के आरोप लगते हैं। गोल्ड स्मगलिंग स्कैम में अपराधियों को बचाने के लिए पूरी सरकार लगी हुई है। केरला में जनता के पैसों की खुलेआम लूट हो रही है। ये लोग भ्रष्टाचार के नए नए मॉडल लेकर आते हैं। उस बैंक को CPM के लोगों ने पूरी तरह लूटकर कंगाल कर दिया। यहां CPM के मुख्यमंत्री S. വിജയകുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിജയകുമാർ, എന്തൊക്കെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്? കുന്നംകുളത്ത് തുടങ്ങി വെച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാട്ടാക്കടയിൽ പൂർത്തിയാക്കുകയാണ്. കേരളത്തിലെ സർക്കാരിനെതിരായ അതിരൂക്ഷമായ വിമർശനമാണ് തിരുവനന്തപുരത്തും പ്രധാനമന്ത്രി ആവർത്തിച്ചത്. തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും അത് കുറെ കൂടി കടുപ്പിച്ച് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുകയാണ്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് സത്യം പുറത്തു വന്നത്, അല്ലെങ്കിൽ അത് മൂടിവെക്കപ്പെടുമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി മാസപ്പടി വിവാദത്തിൽ പറഞ്ഞത്. സ്വർണ്ണക്കടത്ത് കേസിൽ സർക്കാർ തന്നെ പ്രതികളെ സംരക്ഷിക്കുന്നു, പ്രതികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു, അവരെ സുരക്ഷിത കേന്ദ്രത്തിൽ അവർക്ക് അഭയം കൊടുക്കുന്നു എന്ന ആരോപണമാണ് ഉയരുന്നത്. അങ്ങനെ സ്വർണ്ണക്കടത്തിന് സംരക്ഷണം ഒരുക്കുന്ന സർക്കാർ എന്ന വിമർശനം ഇപ്പോഴത്തെ സർക്കാരിനുണ്ട്. LDF-ഉം UDF-ഉം മാറി മാറി കേരളത്തെ ഭരിച്ച് അത് അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റുകയാണ്. 10 വർഷം ഇന്ത്യ ഭരിച്ചു, തന്റെ സർക്കാരെ അഴിമതി മുക്തമാക്കാൻ പരമാവധി ശ്രമിച്ചു. അങ്ങനെ പ്രവർത്തിച്ചതിന് എതിരെ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി അഴിമതി സഖ്യം ഉണ്ടാക്കി തനിക്കെതിരെ മത്സരിക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കരുവന്നൂരിലെ കാര്യത്തിൽ തൃശ്ശൂരിൽ പറഞ്ഞതിന് തുടർച്ചയായി അവിടെ കരുവന്നൂരിലെ 100 കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. അവിടെ ജില്ലാ സെക്രട്ടറിക്ക് 100 കോടി രൂപയിലധികം രൂപയുടെ അക്കൗണ്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കേന്ദ്ര ഏജൻസികളുടെ പരിശോധനയിലാണ് കണ്ടെത്തിയത്. കരുവന്നൂർ മാത്രമല്ല, നിരവധി സഹകരണ ബാങ്കുകളിൽ LDF ഭരിക്കുന്ന CPM ഭരിക്കുന്ന നിരവധി സഹകരണ ബാങ്കുകളിൽ കോടാനുകോടി രൂപയുടെ വലിയ അഴിമതിയാണ് നടക്കുന്നത്. അത് മുഴുവൻ പുറത്തു കൊണ്ടുവരും. അവിടെയൊക്കെ വലിയ കർശനമായ അഴിമതിക്കെതിരായ വലിയ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളതെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കേരള സർക്കാരിനെ കടുത്ത ഭാഷയിൽ ആക്രമിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഇന്ന് നടന്ന 2 പൊതു സമ്മേളനങ്ങളും നരേന്ദ്രമോദി അതിനാണ് വേദി ഉപയോഗിച്ചത്. അഴിമതിക്കെതിരെ വലിയ പോരാട്ടം നടത്തും തന്റെ സർക്കാർ, അത് പൂർത്തിയാക്കും, തുടങ്ങി വെച്ചിട്ടേ ഉള്ളത് പൂർത്തിയാക്കണം. അതിനുവേണ്ടി ഒരു
മാറ്റം കൂടിയാണ് കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമാക്കാവുന്ന അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ തുറന്നു വയ്ക്കുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ, അഴിമതി ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി LDFനെതിരെ, പ്രത്യേകിച്ച് സർക്കാരിനെതിരെ ഉയർത്തുകയാണ് ഇപ്പോൾ കുന്നംകുളത്തും രണ്ടാമത് തിരുവനന്തപുരത്തും. ശരി, അജീഷ് ജയകുമാറും ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും പരാമർശിക്കുന്നു, സ്വർണ്ണക്കടത്ത് പരാമർശിക്കുന്നു, വീണ്ടും കരുവന്നൂരിന്റെ കാര്യം പറയുന്നു. അപ്പോൾ പ്രധാനമായും LDF സർക്കാരിനെ ആക്രമിക്കുന്ന രൂപത്തിലായിരുന്നു മോദിയുടെ കാട്ടാക്കട പ്രസംഗം. സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് 39 മിനിറ്റ് നീണ്ട പ്രസംഗത്തിനിടയിൽ മോഡി കാട്ടാക്കടയിൽ നടത്തിയത്. 10 വർഷത്തിനിടെ പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യമായാണ് നരേന്ദ്രമോദി കാട്ടാക്കടയിൽ എത്തുന്നത്. അദ്ദേഹത്തെ കാണാൻ 1 ലക്ഷത്തിലധികം പ്രവർത്തകരെയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നുള്ള 1 ലക്ഷത്തിലധികം പ്രവർത്തകരാണ് ഈ ക്രിസ്ത്യൻ കോളേജ് മൈതാനത്തിലേക്ക് എത്തിയത്. റോഡ് ഷോയോടെയാണ് പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് കടന്നത്. വലിയ ആൾക്കൂട്ടം അദ്ദേഹത്തെ കാണാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇരു സൈഡുകളിലുമായി ആയിരക്കണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തെ കൈവീശി കാണിച്ച് അഭിവാദ്യം ചെയ്താണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. പ്രസംഗത്തിലുടനീളം അദ്ദേഹം ഇടതു സർക്കാരിനെയും ഒപ്പം തന്നെ കോൺഗ്രസിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് നടത്തിയത്. ഇടത് വലതു സർക്കാരുകൾ കേരളത്തെ കൊള്ളയടിക്കാനുള്ള അവരുടെ കേന്ദ്രമാക്കി മാറ്റി. 300-ലധികം, കാരണം കാട്ടാക്കടയിൽ തൊട്ടടുത്തുള്ള കണ്ടല സഹകരണ ബാങ്കിലടക്കം വലിയ ക്രമക്കേടുകൾ പുറത്തു വന്നിരുന്ന ഒരു സമയമാണ്. അതടക്കം BJP വലിയ ആയുധമാക്കുന്നൊരു സാഹചര്യം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് തൃശൂരിൽ കുന്നംകുളത്ത് അത്തരത്തിലുള്ള സഹകരണ ബാങ്ക് അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രസംഗം നടത്തിയതിന്റെ ബാക്കിയായി കേരളത്തിൽ 300-ലധികം ബാങ്കുകളിൽ വഴി കൊള്ളയടി നടത്തി. 1 ലക്ഷം കോടിയടക്കം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ചേർന്ന് കൊള്ളയടിക്കുന്നു. ഇത് കേന്ദ്ര സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ ഇത്തരം വാർത്തകൾ, അത് ഈ ഒരു അഴിമതി കഥ പുറത്തു വരില്ലായിരുന്നു. അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞത്. അഴിമതി നടത്തിയവരെ തുറങ്കിലടയ്ക്കും, പണം നഷ്ടമായവർക്ക് തുക തിരികെ ലഭിക്കും. ഈ ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് മോദി സർക്കാർ ഒരിക്കൽ കൂടി വരണം, അതുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യണമെന്നൊരു ആവശ്യം കൂടിയാണ് പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത്. അങ്ങനെ 39 മിനിറ്റ് നീണ്ട പ്രസംഗത്തിലുടനീളം വളരെയധികം വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി കാട്ടാക്കടയിൽ നിന്ന് ശരി, അജീഷ് ജയകുമാറും SV ജയകുമാറുമാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ വിശദാംശങ്ങളുമായി ചേർന്നത്.